ഇന്ന് നമുക്ക് ജിലേബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കേരളീയർ ജിലേബി എന്ന് പറയും, ഇതിന് ജാഗരി എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 ഗ്ലാസ് ഉഴുന്ന് എടുത്തിരിക്കുന്നു, അതിൻ്റെ കൂടെ 1/4 ഗ്ലാസ് പച്ചരിയും കൂടി എടുത്തിരിക്കുകയാണ്. ഈ ഉഴുന്ന് നമുക്ക് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യണം. അതൊരു 4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമുക്കിടാം. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തതാണിത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിന് നമുക്ക് മിക്സി എടുത്തിട്ട് ഇത് 2 ബാച്ചായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. വേണ്ടത് ആദ്യത്തെ ബാച്ച് നമ്മൾ പകുതി ഇട്ട് അരയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ പകുതി പച്ചരിയും ഇട്ട്, പിന്നെ ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു നുള്ളു ഉപ്പ് കൂടി അതിനെ ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളവും വേണ്ട, എന്നാൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കുകയും വേണ്ട. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു തിക്നെസ്സിൽ വേണം ഇതിൻ്റെ ബാറ്റർ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഇത് ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മളത് അരച്ച് പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി അടുത്ത ബാച്ച് നമ്മൾ അതേപോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ള് ഫുഡ് കളറാണ് ചേർത്തിരിക്കുക, അതായത് റെഡ് ഓറഞ്ച് അതാണ് ചേർത്തിരിക്കുക. നമുക്കൊന്ന് ഒരു നുള്ളെന്ന് പറഞ്ഞാൽ നമുക്കത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ കളർ. അപ്പോൾ കളറ് എത്ര ആകുന്ന അതനുസരിച്ച് നിങ്ങൾ ഇട്ടണം. അതേപോലെ നല്ലപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കുക. കഴിവതും കൈ കൊണ്ട് ഇളക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ സ്പാച്ചുല വെച്ച് തന്നെയാണ് ഇളക്കിയെടുക്കുന്നത്. അപ്പം എന്താ ഈ ഒരു കളർ നമുക്ക് കിട്ടും. ഇനി അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പാനിനകത്തേക്ക് ഇതിന് വേണ്ടിയുള്ള പാവ് കാച്ചിയെടുക്കണം. അതുകൊണ്ട് 1 ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും അത് കുറവെന്ന് തോന്നിയുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് നല്ല നോർമൽ വാട്ടർ കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അത് ചെറുതായിട്ടിങ്ങനെ മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് നല്ലതുപോലെ മെൽറ്റ് ആയപ്പോൾ നമ്മളതിലേക്കൊരു 6 ഏലക്ക, ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് ഞാൻ 6 ഏലക്ക ഇട്ടത്. അത് നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അത് നല്ല ചതച്ച് അതിനകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്കതിന് കിട്ടും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ് ആ പാവിലേക്ക്. അത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഉപ്പും കൂടി ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ അത് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. അല്ല നൂൽ പരുവമൊന്നും ആകണ്ട, നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പരുവമാണ് അതിൻ്റെ കറക്റ്റ്. അതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഫുഡ് കളർ കൂടി ആ പാവിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ലൊരു കളർ കണ്ടില്ലേ? കാരണം നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അത് ഒട്ടുന്ന പരുവമായോ എന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചെറിയ ഒട്ടൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ആ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നാരങ്ങ ഭാഗം എടുത്തിട്ട് അതിൻ്റെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് ഒന്നിച്ച് ചേരാതിരിക്കാൻ വേണ്ടി, കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഇതിൽ ചേർക്കുന്നത്. വീണ്ടും 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ 1 സ്പൂണ് നെയ്യ് കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. അതിന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ. ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലായാലും മതി. ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മളൊരു പൈപ്പിംഗ് ബാഗ് എടുക്കണം. ഇല്ല, പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് കടകളിൽ കിട്ടും, ഈ ജിലേബി ഉണ്ടാക്കാനുള്ള ഒരു തുണി കിട്ടും. അതും ഇല്ലെന്നുണ്ടെങ്കിൽ പാല് വരുന്ന കവറോ അതല്ലെങ്കിൽ വേറെ നമ്മൾ മാവൊക്കെ ഈ ഉഴുന്ന് മാവൊക്കെ മേടിക്കുന്ന കവറോ ഏതെങ്കിലും എടുത്തിട്ട് അതിനകത്ത് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഐസിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗാണ്. അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കണം. അതാകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ല. എന്നിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യണം. ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഏറ്റവും താഴത്തെ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ
കട്ട് ചെയ്യുക. അത് നമ്മൾ നോക്കിയിട്ട് ഒത്തിരി മേപ്പോട്ടങ്ങാകരുത്, ഇച്ചിരി താഴെ വെച്ചാക്കുക. അത് പറ്റിയില്ലെങ്കിൽ ഇച്ചിരി മേപ്പോട്ടാക്കിയാൽ മതി. അതിന് ശേഷം നമ്മൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നമ്മൾ ചുറ്റിയെടുക്കുക. ഇതേപോലെ ചുറ്റണം. ഷേപ്പൊന്നും വലിയ ഭംഗിയൊന്നുമില്ല, എനിക്ക് വരയ്ക്കാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ പിന്നെ അറിയാവുന്ന രീതിയിൽ ചെയ്യുവാണ്. വേണ്ടേ ഇതേപോലെ എടുക്കണം. നിങ്ങൾക്ക് ഇതിന് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യുക. നല്ല ഭംഗിയില്ലേ? നമുക്ക് എളുപ്പമുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും. അങ്ങനൊരു 3 എണ്ണം ഞാൻ ആദ്യത്തെ ബാച്ചിൽ തന്നെ ചെയ്യുവാണ്. കണ്ടില്ലേ? അപ്പോൾ തന്നെ നമ്മുടെ അതിൻ്റെ ആ കളറൊക്കെ മാറുന്ന കണ്ടില്ലേ? ആ എണ്ണയ്ക്കകത്ത് കിടന്ന് വേണ്ട അതേപോലെ. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണ നമ്മൾ ഒഴിക്കുമ്പോൾ ആദ്യം അതിൻ്റെ മുകളിലേക്ക് സ്പൂണിന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം അത് തിരിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി എണ്ണ അങ്ങ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ജിലേബിക്ക് വേണ്ട. നമ്മുടെ കേരളീയരുടെ ജിലേബിയാണിത്. ഇത് ശരിക്കും ജാഗരി എന്നാണ് ഇതിന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് ആ കളറൊക്കെ കാണാനല്ലേ? നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നു. ഇനി ഇതേണ്ട നമ്മൾ വേറൊരു സ്പൂണിലേക്ക് അത് കോരിയെടുക്കുവാണ്. അതിൻ്റെ എണ്ണ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാവ്, അതിന് ചെറിയ ചൂട് വേണം. അപ്പോൾ ഞാനിത് ചെറിയ ഫ്ലെയിമിലിട്ടേക്കുവാണിപ്പം. എന്നിട്ട് വേണം നമ്മളിത് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ. അതിങ്ങനെ ഇച്ചിരി നേരം അത് ഇടുന്ന സമയത്ത് ഇച്ചിരി നേരം ഇങ്ങനെ മുക്കിപ്പിടിക്കണം അതിനകത്തേക്ക്. അങ്ങനെ അടുത്തത് നമ്മൾ കോരി വേണ്ട അതിലേക്ക് ആ പാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്ക ഞാൻ എടുത്തില്ല, അതിൽ തന്നെ കിടന്നോട്ടെ, അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങിക്കോളുമല്ലോ. തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് പിടിക്കണം. അടുത്തതും നമുക്കതേപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഈ നമ്മൾ ആ പാവിൽ വെച്ചിരിക്കുന്നത് മാറ്റിയാൽ മതി. അതുവരെ അതിനകത്ത് കിടന്ന് ഇത് പിടിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേണ്ട അതും എടുത്തു. അപ്പോൾ അതിനകത്ത് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഗ്ലേസിങ് ഒക്കെ കണ്ടില്ലേ? ആ പാവൊക്കെ പിടിച്ചേക്കുന്നതിൻ്റെ. എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നില്ലേ വീഡിയോയിൽ കൂടെ കണ്ടിട്ട് അതിൻ്റെ കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന അതേ രീതിയിലിരിക്കുന്നതായിട്ട്? ഞാനിവിടെ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് ചെയ്തപ്പോഴെല്ലാം കറക്റ്റായിട്ട് കിട്ടി. പിന്നെ ചിലപ്പോൾ ഇത് നമ്മൾ അരച്ച് ഇത് ചുട്ട് കഴിയുമ്പോൾ ഒരു ഉഴുന്നിൻ്റെ ഒരു ചെവ മുന്നിൽ നിൽക്കുക. അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാവ് കാച്ചുന്നതിനകത്തേക്ക് റോസ് വാട്ടറിൻ്റെ എസൻസ് കിട്ടും. അത് 1/2 ടീസ്പൂണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഉഴുന്നിൻ്റെ ആ ചുവ നമുക്ക് തോന്നിക്കത്തില്ല. ഇത് കുട്ടികൾക്കൊക്കെ നല്ലതാണ്, കാരണം ഉഴുന്നിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മുടെ ജിലേബി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും നല്ല കളർഫുള്ളായിട്ടുള്ളതുമായ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് സന്തോഷമുണ്ടെന്നറിയാം നമുക്കിത് കാണുമ്പം തന്നെ. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.